40 വയസ്സുള്ള സുനിൽ ഛേത്രിക്ക് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഹാട്രിക് അടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സന്ദീപ്, ഹോർമി പാം, ഇവരൊക്കെ ഇത്രയും കാലമായിട്ടും ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്ന വലിയ മിസ്റ്റേക്സ്, അവരുടെ കമ്മിറ്റ്മെന്റ്സ് വേറൊരു വിഷയം, പക്ഷെ ഇത്രയും മിസ്റ്റേക്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവരെ റീപ്ലേസ് ചെയ്യുന്നില്ല? ബംഗളൂരു എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇന്നലെ നടന്നിട്ടുള്ള മത്സരത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ വെൽക്കം ടു ദ ഷോ. Yes guys, this is RJ Andapan and you are listening to Andapan Talkies podcast. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പോർട്സ് റിവ്യൂവിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആസ് യൂഷ്വൽ നമ്മൾ ശ്രീകണ്ഠീരവയിൽ പോയി നല്ലോണം വാങ്ങിച്ചു കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ISL മാച്ചുകളുടെ മാത്രം ചരിത്രം എടുത്ത് നോക്കുകയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സ്കോറൊന്നും സത്യത്തിൽ ഇരു ടീമുകളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ തോൽവിയാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ മത്സരം ഞാൻ പറഞ്ഞല്ലോ, ഹൈ ആയിട്ടുള്ള ഒരു അഗ്രഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ എൻ്റെ പ്രീ മാച്ച് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷേ ആ ഒരു ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ അഗ്രഷൻ മുഴുവനും കാണിച്ചത് ബാംഗ്ലൂരാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സത്യം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഈ എപ്പിസോഡിൽ പറയാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്പോർട്സ് റിവ്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. യെസ്, തോറ്റു കഴിയുമ്പോൾ നമുക്ക് കുറ്റം പറയാനൊക്കെ ഭയങ്കര ഈസിയാണ്, ഇതാണെന്നൊക്കെ പറയും. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ ടീമിൻ്റെ ഡിഫൻസ് ഭയങ്കര ശോകമാണെന്നുള്ള കാര്യം ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറയാറുണ്ട്. കാര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ, അതായത് നമ്മുടെ ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള മത്സരത്തിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വലിയ പോയിൻ്റാണ്. കാര്യം ഡിഫൻസ് തുറന്നിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ ആട്ടിച്ച് പൂക്കാലം തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഞാൻ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഫസ്റ്റ് ഹാഫ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ശ്രീകണ്ഠീരവയിൽ പോയിട്ടുള്ള ഓരോ മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം ദ വേസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ അല്ല എനിക്ക് തോന്നുന്നു ഈ ചരിത്രത്തിൽ, ക്ലബിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ കളിച്ചിട്ടുണ്ട്. എനിക്കറിയാം എന്ത് ശോകം ഉണ്ടപ്പാ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. നമ്മൾ തമ്പാക്ക് സുനീന്നും റിട്ടയർ ആവേണ്ട സമയമായിന്നും ഒക്കെ പറഞ്ഞ് സുനിൽ ഛേത്രിയെ കളിയാക്കുന്നുണ്ട്. പക്ഷേ ആ 40 വയസ്സുകാരൻ സത്യത്തിൽ ഒരു പ്രഷറും പുള്ളിക്ക് വലിയ രീതിയിലൊന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ഹെഡർ ഗോൾ ആണെന്നുണ്ടെങ്കിൽ പോലും എന്ത് സുഖമായിട്ടാണ്. കാരണം പുള്ളി നോക്കുമ്പോൾ പുള്ളിയേക്കാളും ഹൈറ്റുള്ള സന്ദീപ് അപ്പുറത്തുണ്ട്. എന്നാ പ്രഷർ കൊടുക്കുന്നുണ്ടോ? ഇല്ല. പുള്ളിക്ക് സുഖമായി നിന്ന് പുള്ളിയുടെ ഒരു ആവറേജ് പ്രഷർ എടുത്ത് ചാടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഗോളാക്കാൻ പറ്റുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ഈ സീസണിൽ പുള്ളിയുടെ ആദ്യത്തെ ഹാട്രിക് കൊണ്ടിരുന്നു. 40 വയസ്സായ ഒരു പുള്ളിയാണെന്ന് ആലോചിച്ച് നോക്കണം. ആൻഡ് ഞാൻ പറയാലോ, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബംഗളൂരുവിനെ തളയ്ക്കാൻ ഏറ്റവും നല്ല ചാൻസ് ആയിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബംഗളൂരുവിൻ്റെ ഈ സീസണിലെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് ശോകമാണ്. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പോലും പറ്റാതെ ശരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തൂറി വരകി എന്ന് തന്നെ പറയണം. ഇതിനെല്ലാത്തിനും കാരണം നമ്മുടെ ഡിഫൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4-2-3-1 എന്നുള്ള ഒരു ഫോർമേഷനിലാണ് നമ്മൾ കളിച്ചതൊക്കെ. പക്ഷെ പലപ്പോഴും ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4-2-3-1 വെച്ചു, എന്നിട്ട് എന്തുകൊണ്ട് മിഡിലൂടെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോഴും വിങ് തന്നെയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അതും ഈ പറയുന്നത് പോലെ തന്നെ നോവ സദോയുടെ വിങ്ങിലേക്കാണ് ബോൾ മുഴുവൻ കൊണ്ടു കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പുള്ളി ഒരു മനുഷ്യനാണ്. നോവ നന്നായി കളിച്ചിട്ടുണ്ട്. പക്ഷെ നോവ പലപ്പോഴും ബോൾ കയ്യിൽ വെച്ച് അത് നോവയ്ക്ക് ആ ഒരു പ്രഷർ വരികയാണെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ടൈം ആരുടെ കയ്യിൽ ബോൾ കിട്ടിയാലും ബോൾ നേരെ എത്തുന്നത് നോവയിലേക്കാണ്. കാരണം എനിക്ക് തോന്നുന്നു അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു പ്ലാൻ. നമ്മുടെ ഇപ്പുറത്ത്, അതായത് റൈറ്റ് വിങ്ങിൽ ആ ചെറുപ്പക്കാരൻ വളരെ യങ്ങായിട്ടുള്ള ഒരാളെ എന്തിന് ഇതുപോലുള്ളൊരു പ്രഷർ മത്സരത്തിന് ഇറക്കി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പുള്ളി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി ഒന്നും ഈ മത്സരത്തിൽ ഞാൻ കണ്ടുപോലുമില്ല. എനിക്ക് പേര് ഓർമ്മ കിട്ടണില്ല, അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ പേരെടുത്ത് പറയാതെ. പിന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത് കോയ്ഫിൻ്റെ കാര്യമാണ്. കാര്യം ഡിഫൻസിൽ പുള്ളിക്കാരൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പൊസിഷനിങ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പലപ്പോഴും ഉള്ളൊരു പുള്ളി വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്.
ഡിഫൻസിന് വേണ്ടി ചുമ്മാ വന്ന് ചിലപ്പോൾ വെറുതെ കയറി ചെല്ലുന്നതായിരിക്കാം. അതും പുള്ളി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഗോൾ ആക്ച്വലി പുള്ളിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുള്ളി കയറി ചെന്ന് ബോൾ ടച്ച് ചെയ്തതിൻ്റെ ഇടയിൽ പറ്റിപ്പോയൊരു മിസ്റ്റേക്കാണ്. അപ്പോഴേക്കും ഇതിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് പുള്ളി കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് എല്ലാവരും ഇങ്ങനെ എന്താണ് ഇനി അവിടെ നടക്കാൻ പോണത് എന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് പോലത്തെ ഒരു ഫീലാണ്. ഭയങ്കര ശോകമാണ് കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുനിൽ ഛേത്രിയുടെ ഗോളുകൾ നോക്കുക. ആ ലാസ്റ്റ് അടിച്ച ഗോള് പോലും പുള്ളിക്കാരൻ്റെ ആ വിങ്ങിൽ പുള്ളിക്ക് ഒരു പ്രഷർ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഓപ്പൺ സ്പേസ് ആണ്, പുള്ളിക്ക് ഓടിപ്പോയിട്ട് പുള്ളിക്ക് ഒരാളെ ഒന്ന് കട്ട് ചെയ്യണം, ഗോൾ അടിക്കണം, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ വീഡിയോ ഞാൻ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ പലതും തെറി വിളിക്കലായിരിക്കും. കാര്യം ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന രീതിയിൽ ഇതൊന്നും നമുക്കൊരു പുതുമയുള്ളൊരു കാര്യമൊന്നുമില്ല. ഇതിലും വലിയ രീതിയിൽ നമ്മൾ തോറ്റിട്ടുണ്ട്. അതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷേ ബംഗളൂരുവിൽ പോയി അവിടുത്തെ ഫാൻസ്, ഇപ്പോൾ എൻ്റെ കസിൻ അപ്പു ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഇപ്പോൾ പറയായിരുന്നു ഇടയ്ക്ക് വെച്ചൊക്കെ അവിടെ ചെറിയ ഇടിയൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ വലിയ രീതിയിലുള്ള അലമ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ ട്രാവലിംഗ് ഫാൻസ് ഒരു സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊന്നിനും ഉള്ളൊരു മത്സരങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ എന്ന രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ വീട്ടിലിരുന്ന് കളി കാണണമെന്നേ ഉള്ളൂ എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ടൈം മുഴുവൻ മാറ്റി വെച്ച് ആ ക്ലബിൻ്റെ മത്സരം കണ്ട് അതിനുവേണ്ടി എടുക്കുന്ന കുറേ എഫേർട്ട് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ എഫേർട്ടിനുള്ള ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും മിഡ്ഫീൽഡ് പോരാ, നമ്മുടെ സ്ട്രൈക്ക് ഫോർവേഡിലാണെന്നുണ്ടെങ്കിലും വലിയ വിഷയങ്ങളുണ്ടെന്ന് ഞാൻ ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ടു. പക്ഷേ അതിനെല്ലാത്തിൻ്റെയും മൂല കാരണമെന്ന് പറയുന്നത് ഡിഫൻസ് ലൈൻസിലുള്ള പ്രശ്നങ്ങളാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോൾ മിസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കിട്ടി ഫോർമേഷൻ എല്ലാം ഒന്ന് കീപ്പ് ചെയ്ത് നമ്മൾ ബോൾ ഫ്രണ്ടിലേക്ക് എത്തുമ്പോഴേക്കും അത്രയും വർക്ക് ആക്ച്വലി ആരെടുക്കുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട് ലൈനിൽ കളിക്കുന്നവർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രഷർ ആക്ച്വലി അവർ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാത്തിൻ്റെയും ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ 2 പേരുടെ പേര് പറയാം. സന്ദീപ്, ഹോർമിപ്പാം, ഇവരെ 2 പേരെ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. ഇവരെ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരുടെ പ്ലേയെ കുറിച്ച് പറയാനോ ഇവരുടെ ഇതുവരെയുള്ള വർക്ക് എന്നൊക്കെ പറയുന്നത് അവരുടെ ഡെഡിക്കേഷൻ ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ ടീമിന് നിലവിലെ ആവശ്യങ്ങളുണ്ട്, പ്ലേയിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്നും കീപ്പ് ചെയ്യാൻ ഈ പറയുന്നത് പോലെ തന്നെ സന്ദീപിനും ഹോർമിപ്പാബിനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് അവരെ പിന്നെയും ഫസ്റ്റ് 11-ൽ പരീക്ഷിക്കുന്നു? അതൊന്നാമത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്, എത്ര നാളായി അവർ ടീമിൽ ഒരു മാറ്റവും ഇല്ലാതെ അവരെ പിന്നെയും കീപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ ഒരു തിരിച്ചുവരവ് കാണാമായിരുന്നു എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയതേയില്ല. സത്യത്തിൽ സെക്കൻഡ് ഹാഫിൽ ബംഗളൂരു കുറച്ചും കൂടെ ഒരു അപ്പർ ഹാൻഡ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. സോ അപ്പോൾ അവരവരുടെ ഡിഫൻസ് ഒന്ന് കീപ്പ് ചെയ്ത് അവരവരുടെ ഒരു റിതം ഉണ്ടല്ലോ അതൊന്ന് സ്ലോ ആക്കി കൊണ്ടുവരികയാണ് സത്യത്തിൽ ചെയ്തത്. അത് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് 2 ഗോൾ അടിക്കാൻ പറ്റി എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ 2 ഗോൾ അടിച്ചത് സത്യത്തിൽ അവരെ നല്ല വാശി പിടിപ്പിച്ചു. ആ വാശി അവന്മാർ പിന്നെയും 2 കൂടെ തന്ന് നമ്മളെ ക്ഷീണിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ പലരും പോയി ബംഗളൂരുവിൻ്റെ പേജിലും ബാക്കിയുള്ളിടത്തൊക്കെ പോയിട്ട് നല്ലോണം തെറി പറയണ സീൻസ് ബാക്കി കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, അവരുടെ സ്റ്റേഡിയത്തിൽ ഉയർത്തി കാണിച്ചൊരു സാധനമുണ്ട്, ട്രോഫി സ്പീക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, മോർ ദാൻ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അതൊരു വലിയ ഫാക്റ്റാണ്. ഇത്രയും ഫാൻ ബേസ് ഉള്ള, ഇത്രയും സോ കോൾഡ് നല്ല മാനേജ്മെൻ്റ് ഉള്ള നമുക്ക് എന്തുകൊണ്ട് ഒരു ട്രോഫി, അതും ഡൂറൻ കപ്പും ബാക്കി കപ്പുകളെല്ലാം വേറെ ടൂർണമെൻറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, ISL ഉണ്ട്, ഇവിടെ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. അതിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്ലേയേഴ്സിനെ എടുക്കുന്നതും അവരെ യൂട്ടിലൈസ് ചെയ്യുന്നതും. മിക്കായൽ സ്റ്റാറെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഭയങ്കര ശുഭിതനായി പ്ലേയേഴ്സിനെ വട്ടത്തിലൊക്കെ നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഞാൻ കോച്ചിനെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ മാച്ചിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്കറിയില്ല കോച്ചിനുള്ള റെസ്ട്രിക്ഷൻസ് ആണോ, ഇതിന് വല്ല ഈ ലോബി ഉണ്ടോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സീരിയസ് എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപിനെയും ഹോർമിപ്പാമിനെയും ഇറക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട്. എനിക്ക് അവരുടെ കമ്മിറ്റ്മെൻറ്റ്സിന് കുറ്റം പറയുന്നതല്ല, പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അസറുണ്ട്, ഐമൻ ഉണ്ട്, അവരെല്ലാം ഫുള്ളി ഫിറ്റാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളുണ്ട്. രാഹുലിനെ ഇറക്കാമല്ലോ.
ഇതുപോലൊരു ഹൈ ഇൻറ്റൻസീവ് മാച്ചിൽ എന്തുകൊണ്ട് വിങ്ങിൽ കളിപ്പിക്കാൻ പറ്റുന്ന താരമാണ് രാഹുൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പ്ലെയറിനെ തൻ്റെ മൂവ്സ് കൊണ്ടും തൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും തൻ്റെ ജസ്റ്റ് ഒരു ലുക്ക് കൊണ്ടും ഇറിറ്റേറ്റ് ചെയ്യാനും സ്കില്ല് കൊണ്ട് അതിൻ്റെ ഇരട്ടി ഇറിറ്റേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് രാഹുൽ. ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറൊരു കാര്യം. പക്ഷേ ഐ ഡോണ്ട് നോ മാൻ, ഈ സീസൺ ഏകദേശം അവസാനിച്ച മട്ടാണ്. നമ്മൾ പകുതി മത്സരങ്ങളാവുന്നേ ഉള്ളൂ, സീസണിൻ്റെ പകുതി മത്സരങ്ങളെ ആവുന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഓൾമോസ്റ്റ് 11 മത്സരം കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല ശോകാവസ്ഥയിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഫോർവേഡ് ഉണ്ടായിട്ട് പോലും ഡിഫൻസ് ഇല്ലാത്തതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിനെ വാങ്ങുമ്പോൾ വിങ്ങിലും ഡിഫൻസിലും കാശെറിഞ്ഞ് നല്ല ഇന്ത്യൻ പ്ലേയേഴ്സിനെ വാങ്ങിച്ച എന്താ കുഴപ്പം? എന്ത് കുഴപ്പം? എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മ, എനിക്കിതിന് വലിച്ചു നീട്ടാൻ വയ്യ. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കണോ എന്നുള്ള ചോദ്യത്തിന് നമ്മളെല്ലാവരും ഇത്രയൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത മത്സരം ഞാനിരുന്ന് കാണും. അത് വേറൊരു വിഷയം. കാരണം എന്നും നമുക്ക് നമ്മുടെ ഇതെന്ന് പറയാനായിട്ട് ഈ ഒരൊറ്റ ക്ലബ്ബേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതെത്രയൊക്കെ വന്നാലും അങ്ങനെ തന്നെയാണ്. ഇഷ്ടമുള്ള ഉണ്ടാവും. പക്ഷെ നിങ്ങളും കൂടെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ക്ലബിനോടും മാനേജ്മെൻറ്റിനോടും പ്ലേയേഴ്സിനോടും. എനിക്ക് പിന്നെ വേറൊരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ പ്ലേയേഴ്സ് എസ്പെഷ്യലി ഡിഫൻസ് മിഡ്ഫീൽഡിലുള്ളവർക്ക് ഭയങ്കര പ്രഷറുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ങാൻ പറ്റുന്നില്ല. ധൈര്യമില്ലാത്ത കുറേ എണ്ണങ്ങളെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പുറത്തുള്ളതൊക്കെ കണ്ട ആ സുനിൽ ഛേത്രി ആണെങ്കിലും സുരേഷ്, പിന്നെ വിങ്ങിൽ കളിച്ചിട്ടുള്ളവർ ഒക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് അവരുടെ ഒരു കളി. ആ സാധനം നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിൽ ചിലർക്കുണ്ട്. പക്ഷെ എന്നാൽ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ബോൾ കയ്യിൽ വരുമ്പോഴേക്കും എന്ത് ചെയ്യണം എന്നറിയാതെ കടന്ന് പേടിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് മേളയിൽ ആക്ച്വലി ഇതിനേക്കാളും നല്ല മത്സരങ്ങൾ കാണാമെന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നിപ്പോയി. എനിക്ക് അറിഞ്ഞൂടാ എന്ത് പറയാം. കാര്യം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. എങ്ങനെയാണ് ഇങ്ങനെ ഡിഫൻസ് ഓപ്പൺ ആക്കി ഇട്ട് കൊടുത്ത് എന്നാ ഗോൾ അടിച്ചു എന്ന് പറയണത്? ഇപ്പം ബാസ കളിക്കുന്ന പോലെ തന്നെ നമ്മൾ ഹൈലൈൻ ഡിഫൻസും അല്ലെങ്കിൽ ഹൈലൈൻ ആയിട്ടാണ് കളിക്കുന്നതെന്നൊക്കെ ഒരു വാദത്തിന് എടുത്താൽ പോലും അവർ ബാക്ക് ചെയ്ത് വരുന്ന ഒരു രീതിയുണ്ട് ബാഴ്സലോണയൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറന്ന് ആ ബോളിൻ്റെ ഒപ്പം തിരിച്ച് പിടിച്ച് ആരെങ്കിലും കയറി പോയി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുന്ന പോലെ അത് പറ്റുന്നവരാണ് ആ സാധനം ചെയ്യുക. നമ്മളെ കൊണ്ട് അത് പറ്റുന്നില്ല. ബോൾ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാക്കിൽ നിന്നിട്ട് പോലും തിരിച്ച് ഓടി പിടിക്കാൻ പറ്റാത്ത നമ്മൾ ഒത്തിരി ഫ്രണ്ടിൽ കയറിപ്പോയി നമ്മുടെ ഡിഫൻസ് ഓപ്പൺ ആക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ആൾക്കാർ പഞ്ഞിക്കിടുന്നതിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല എന്നുള്ളതാണ്. സോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള സീസൺ എന്തായാലും എങ്ങനെ പോകും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾ ആക്ച്വലി ടീമിന് വേണം. അത് കോച്ചിൻ്റെ ടാക്ടിക്സിലാണെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്നു കോച്ചിനെ എനിക്ക് എന്തൊക്കെയോ ഒരു വിശ്വാസമുണ്ട്, എവിടേക്കോ ഒരു വിശ്വാസമുണ്ട്. പലരും കോച്ചിനെ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസിന് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഡിഫൻസ്, അതായത് 3 സെൻട്രൽ ബാക്സ് ഇട്ടുകൊണ്ട് തന്നെ കളിക്കുക. നമ്മുടെ പോരായ്മ അറിഞ്ഞ് കളിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വാട്ട് ടു സേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിസ് ഇസ് RJ ആൻഡപ്പൻ സൈനിങ് ഓഫ് ഫ്രം ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ചിൽ കുപ്പിച്ചിൽ.